കുവൈത്തിലുള്ള ഒരു അമ്മനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സുഹൃത്തുക്കൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് പറയുകയാണെങ്കിൽ ആ അമ്മ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാം വഴി കണ്ട്, അങ്ങനെ ആ അമ്മക്ക് അറിയില്ലായിരുന്നു ഞാൻ ആ അമ്മനെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. പക്ഷേ ആ അമ്മ വളരെ വിഷമത്തോട് കൂടിയിട്ട് എനിക്ക് ഇന്നലെ വാട്സപ്പിൽ ഒരു വോയിസ് വിട്ടു. അപ്പോൾ കേരളത്തിൽ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആക്കുന്നുണ്ട്, കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻസ്റ്റാഗ്രാം ആണല്ലോ നാട്ടിൽ ഉപയോഗിക്കുന്നത്, അതുപോലെ ടിക്ടോക്കിലും പോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിയണം നമ്മൾ ഓരോ അമ്മമാരെ വിഷമങ്ങളും. അപ്പോൾ ഈ കമൻറ്റിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് കയറാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പം ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വോയിസ് ഒന്ന് കേട്ട് നോക്കി. സൈഫു, ഈ വീഡിയോ കിട്ടിയപ്പോൾ ഞാനിത് എന്നെക്കുറിച്ചാണെന്ന് കരുതിയില്ല. ഇത് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റഗ്രാമിനകത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് എന്നെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായത്. ഒത്തിരി സങ്കടം തോന്നിയൊരു കാര്യമാണ് അത് കണ്ടപ്പോഴത്തേനും. കാരണം ഓരോ അമ്മമാരും മക്കളെ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ്. പക്ഷെ അതിനെല്ലാം വിപരീതമായി നമ്മുടെ മുന്നിൽ അവർ നമ്മളോട് ചെയ്യുമ്പോൾ ഭയങ്കരമായ ഒരു വേദന ഉണ്ടാവും. എന്തായാലും ആ വീഡിയോ കണ്ടത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. എങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ സൈഫു. ഈ അമ്മയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ല. ആ അമ്മ അത്രയും വളരെ വിഷമത്തിലാണ്. അപ്പോൾ അതേപോലെ ഇനി ഒരു അമ്മക്കും അല്ലെങ്കിൽ ഒരു ഉമ്മക്കും ഇതുപോലത്തെ ഒരു വിധി വരാതിരിക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. പക്ഷേ ഈ വീഡിയോ എത്രത്തോളം ഇൻസ്റ്റാഗ്രാമിൽ ഗ്യാപ്പ് കിട്ടുമെന്ന് എനിക്കറിയില്ല, കാരണം കമൻറ്റ് മെൻഷൻ ചെയ്യുമ്പോൾ 1 മിനിറ്റ് ആക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ടിക്ടോക്കിൽ ഈ വീഡിയോ ഈ കമൻറ്റിൽ തൊട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിലേക്ക് ഡയറക്റ്റ് കയറാം. ഓക്കെ സുഹൃത്തുക്കൾ, അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്, അപ്പോൾ അവർക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനിടയായത്. ഓക്കെ.